നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രഹയുദ്ധത്തെക്കുറിച്ചും പ്രവർജ്യ യോഗത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഗ്രഹയുദ്ധം എന്ന് പറഞ്ഞാൽ കുജാതികളായ പഞ്ചഗ്രഹങ്ങൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങളിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ യോഗം ചെയ്യുകയും ഒരേ രാശിയിൽ തന്നെ നവാംശകം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ച് അതിൻ്റെ കാരകത്വം നഷ്ടപ്പെടുന്നതിനെയാണ് ഗ്രഹയുദ്ധം എന്ന് പറയുന്നത്. ഗ്രഹയുദ്ധത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട്. ചില ആചാര്യന്മാരുടെ പക്ഷമനുസരിച്ച് കുജാതികളായ പഞ്ചഗ്രഹങ്ങളിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ ഒരേ രാശിയിലും നവാംശകത്തിലുമായി നിന്നാൽ ഗ്രഹയുദ്ധം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, മറ്റ് ചില ആചാര്യന്മാർ ഒരേ രാശിയിലും നവാംശകത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരു ഭാഗ അഥവാ ഒരു ഡിഗ്രിക്കുള്ളിൽ നിന്നാലേ ഗ്രഹയുദ്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ തന്നെ നവാംശകം ചെയ്യണമെങ്കിൽ ഇരു ഗ്രഹങ്ങളുടെയും സ്ഫുടങ്ങൾ തമ്മിൽ 3 ഭാഗ 20 കലയിൽ കൂടുതൽ അന്തരം ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ ചില ആചാര്യന്മാരുടെ പക്ഷമനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ തന്നെ 3 ഭാഗ 20 കലയ്ക്കുള്ളിൽ നിന്നാൽ ഗ്രഹയുദ്ധം ഉണ്ടാകുമെന്നും, മറ്റു ചില ആചാര്യന്മാരുടെ പക്ഷപ്രകാരം ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഒരു ഭാഗയ്ക്കുള്ളിൽ നിന്നാലേ ഗ്രഹയുദ്ധം ഉണ്ടാവുകയുള്ളൂ എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്തായാലും ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ 3 ഭാഗ 20 കലയ്ക്കുള്ളിൽ നിന്നാലും ഗ്രഹയുദ്ധം ഉണ്ടാകുമെന്നും, അവ ഒരു ഭാഗയ്ക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ പൂർണ്ണ ഗ്രഹയുദ്ധമായിരിക്കുമെന്നും അനുമാനിക്കാം. ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്ന ഗ്രഹങ്ങൾ അഥവാ ഗ്രഹയുദ്ധത്തിൽ ഏർപ്പെടുന്ന ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹമാണോ ആദ്യം അടുത്ത രാശിയിലേക്ക് പകരുന്നത് ആ ഗ്രഹമായിരിക്കും ഗ്രഹയുദ്ധത്തിൽ ജയിച്ച ഗ്രഹം. ഇങ്ങനെ ഗ്രഹയുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്ന ഗ്രഹത്തിന് പ്രത്യേകമായൊരു ബലവർദ്ധനവ് ഉണ്ടാകുന്നു. ഗ്രഹയുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്ന ഗ്രഹത്തിനെ വടക്കേ ദിക്കിൽ നിൽക്കുന്ന ഗ്രഹമെന്നാണ് പറയുന്നത്. തോറ്റു നിൽക്കുന്ന ഗ്രഹത്തിനെ തെക്കേ ദിക്കിൽ നിൽക്കുന്ന ഗ്രഹമെന്നും പറയുന്നു. എന്നാൽ ശുക്രന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഗ്രഹയുദ്ധത്തിൽ നിൽക്കുന്ന ശുക്രൻ ആദ്യം അടുത്ത രാശിയിലേക്ക് പകരുകയാണെങ്കിൽ ശുക്രന് തോൽവി പറ്റുന്നു. അതായത് മറ്റ് 4 ഗ്രഹങ്ങളും ഗ്രഹയുദ്ധത്തിൽ നിന്നുകൊണ്ട് ആദ്യം അടുത്ത രാശിയിലേക്ക് പകരുകയാണെങ്കിൽ അവർ ഗ്രഹയുദ്ധത്തിൽ ജയിച്ച ഗ്രഹങ്ങളാകും. എന്നാൽ ഗ്രഹയുദ്ധത്തിൽ നിൽക്കുന്ന ശുക്രൻ ആദ്യം അടുത്ത രാശിയിലേക്ക് പകരുകയാണെങ്കിൽ ശുക്രന് തോൽവിയും സംഭവിക്കുന്നു. ഇങ്ങനെ പല പ്രത്യേകതയുമുള്ള ഗ്രഹമാണ് സുഖകാരകനായ ശുക്രൻ എന്ന ഗ്രഹം. മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലഹാനി കാരണം കാരകത്വ ഫലങ്ങൾ കുറയുമ്പോൾ ശുക്രന് മാത്രം കാരകത്വ ഫലങ്ങൾ പൂർണ്ണമായി കുറയുന്നില്ല. ശുക്രൻ മൗഢ്യത്തിൽ നിന്നാൽ ശൃംഗാരാദി രതിലീലകളിൽ താല്പര്യം കുറയുമെങ്കിലും കാവ്യ നാടകാദി കലാരംഗങ്ങളിൽ പ്രാവീണ്യം കൂടും. ഇങ്ങനെ പല പ്രത്യേകതയുമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. അസുരഗുരുവാണെങ്കിലും മൃതസഞ്ജീവനി വിദ്യ അറിയാവുന്ന ഗ്രഹമാണ് ശുക്രൻ. ദേവഗുരുവായ ബൃഹസ്പതിക്ക് അഥവാ വ്യാഴത്തിന് പോലും മൃതസഞ്ജീവനി വിദ്യ അഥവാ മരിച്ചവരെ പുനർജനിപ്പിക്കാനുള്ള വിദ്യ അറിയില്ല. അത്രമാത്രം പ്രത്യേകതയുള്ള ഗ്രഹമാണ് ശുക്രൻ. ഇങ്ങനെയുള്ള ശുക്രൻ ഗ്രഹയുദ്ധത്തിൽ നിൽക്കുമ്പോൾ ആദ്യം മറ്റൊരു രാശിയിലേക്ക് പകരാതിരിക്കുമ്പോഴാണ് ശുക്രന് ബലവർദ്ധനം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഇവിടെ പറയുവാൻ കാരണം ജ്യോതിഷത്തിലെ ഫലങ്ങളെല്ലാം തന്നെ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ചാണ് അനുഭവത്തിൽ വരുന്നത്. ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാകും എന്നും വിശ്വസിക്കുന്നു. ഇനി ഗ്രഹയുദ്ധവും പ്രവിജ്യായോഗവും ഒരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാം. ഇപ്പോൾ ധനുരാശിയിൽ സൂര്യൻ ഉൾപ്പെടെ 4 ഗ്രഹങ്ങളാണ് യോഗം ചെയ്ത് നിൽക്കുന്നത്. ഒരേ രാശിയിൽ 4 അതിലധികമോ ഗ്രഹങ്ങൾ ബലവാന്മാരായി യോഗം ചെയ്ത് നിൽക്കുന്നതിനെ പ്രവിജ്യായോഗമെന്ന് പറയുന്നു. ഇതുകൂടാതെയും മറ്റ് പ്രവിജ്യായോഗങ്ങളുണ്ട്. പ്രവിജ്യായോഗമെന്ന് പറയുന്നത് സന്യാസയോഗത്തിൽപ്പെട്ട ഒരു യോഗമാണ്. അതായത് ലൗകിക കാര്യങ്ങളിൽ വിരക്തിയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യവും കാണിക്കുക എന്നുള്ളതാണ് പ്രവിജ്യായോഗത്തിൻ്റെ ഫലം. അതിന് സന്യാസം സ്വീകരിക്കണമെന്നില്ല. ഗൃഹസ്ഥ ജീവിതത്തിൽ ഭാര്യ അഥവാ ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ തന്നെയും ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ട് ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. അതിനൊരു കാരണമുണ്ട്. ഒരു രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാൽ അവർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും അവരവരുടെ കാരകത്വം നശിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ജാതകൻ ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാതെ സന്യാസിയെപ്പോലെ ഒരാളായി ഭവിക്കുകയും ജീവിക്കുകയും ചെയ്യും. എന്നാൽ
സന്യാസയോഗത്തിൽ ജനിക്കുന്നവർ ജനിച്ച നാട് വിട്ട് പോകുന്നവരായിരിക്കും. ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വ സ്വഭാവമുണ്ട്. സൂര്യൻ പ്രാണകാരകനും ആത്മകാരകനും പിതൃകാരകനുമാണ്. ചന്ദ്രൻ മാതൃകാരകനും ദേഹകാരകനും മനകാരകനുമാണ്. ചൊവ്വ സഹോദരകാരകനും ഓജസ്സിൻ്റെയും ധൈര്യത്തിൻ്റെയും കാരകനാണ്. ബുധൻ മാതുലകാരകനും വിദ്യാകാരകനുമാണ്. വ്യാഴം പുത്രകാരകനും ധനകാരകനുമാണ്. ശുക്രൻ കളത്രകാരകൻ അഥവാ ഭാര്യ ഭർത്തൃകാരകനും സുഖകാരകനുമാണ്. ശനി മരണകാരകനും ആയുർകാരകനുമാണ്. രാഹു വിഷകാരകനും അന്യഭാഷാകാരകനുമാണ്. കേതു മോക്ഷകാരകനും ദുഃഖകാരകനുമാണ്. മേൽപ്പറഞ്ഞ കാരകത്വത്തെ കൂടാതെ ഓരോ ഗ്രഹങ്ങൾക്കും മറ്റ് അനേക വിധത്തിലുള്ള കാരകത്വങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ കാരകത്വങ്ങളെല്ലാം വളരെ അത്യാവശ്യവുമാണ്. എന്നാൽ ഒരേ രാശിയിൽ 4 അതിലധികമോ ഗ്രഹങ്ങൾ ബലവാന്മാരായി നിന്ന് പരസ്പരം മത്സരിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ഈ കാരകത്വ ഫലങ്ങൾ കുറയുകയും തൽഫലമായി നിർവികാരാവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രവിദ്യായോഗമുള്ള ജാതകൻ ഭാര്യ പുത്രാദികളുണ്ടെങ്കിൽ തന്നെയും ലൗകിക ജീവിതത്തിൽ വിരക്തനായിത്തീരുന്നത്. ഇപ്പോൾ ധനുരാശിയിൽ സൂര്യൻ ഉൾപ്പെടെ 4 ഗ്രഹങ്ങളാണ് യോഗം ചെയ്ത് നിൽക്കുന്നത്. ഇവയിൽ സൂര്യനോടൊപ്പം നിൽക്കുന്ന ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സൂര്യസാമീപ്യത്താൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നത്. മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ മൂഢൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രഹങ്ങൾ മൗഢ്യത്തിൽ നിൽക്കുമ്പോൾ അതിന് വിധിച്ചിട്ടുള്ള സ്വാഭാവിക ബലം നശിക്കുന്നു. എന്നാൽ മൗഢ്യം അവസാനിച്ചു കഴിഞ്ഞാൽ അതിന് വിധിച്ചിട്ടുള്ള ബലം തിരികെ സിദ്ധിക്കുന്നു. ബുധന് മൗഢ്യം വന്നാൽ വിദ്യാതടസ്സം ഉണ്ടാകാം. ചൊവ്വയ്ക്ക് മൗഢ്യം സംഭവിച്ചാൽ സഹോദര ഗുണവും ശാരീരിക ഉന്മേഷവും കുറയും. ശുക്രന് മൗഢ്യം സംഭവിച്ചാൽ മുമ്പ് പറഞ്ഞതുപോലെ ശൃംഗാരാദി വിഷയങ്ങളിൽ വിരക്തിയുണ്ടാകുമെന്നല്ലാതെ ശുക്രനെ കൊണ്ടുള്ള മറ്റ് കാരകത്വ ഫലങ്ങൾക്ക് ഹാനി സംഭവിക്കുന്നില്ല. അതിനാൽ ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ 3 ഗ്രഹങ്ങളും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലാകയാൽ വിദ്യാഭ്യാസ രംഗത്ത് മന്ദതയും ഊർജ്ജസ്വലത കുറയുകയും കളത്ര സംബന്ധമായ വിഷയങ്ങളിൽ മന്ദതയും അനുഭവത്തിൽ വരാം. മൗഢ്യത്തിൽ നിൽക്കുന്ന ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ 3 ഗ്രഹങ്ങളിൽ ശുക്രനും ചൊവ്വയും തമ്മിൽ 5/1/2026 മുതൽ ഗ്രഹയുദ്ധം തുടങ്ങുന്നു. എങ്ങനെയെന്നാൽ ധനുരാശിയിൽ യോഗം ചെയ്തു നിൽക്കുന്ന ചൊവ്വയും ശുക്രനും 5/1/2026 മുതൽ തുലാം രാശിയിൽ നവാംശകം ചെയ്യുന്നത് കാരണം ഗ്രഹയുദ്ധം തുടങ്ങുന്നു. 7/1/2026 രാവിലെ 7 മണിയാകുമ്പോഴേക്കും ചൊവ്വ ധനുരാശിയിൽ 23/8 കലയിലും ശുക്രൻ 22/37 കലയിലും വരുന്നത് കാരണം ഇരുവരും തമ്മിൽ 31 കലയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. 31 കല ഒരു ഭാഗയ്ക്കുള്ളിൽ വരുന്നതാകയാൽ ഈ സമയം ഗ്രഹയുദ്ധം അതിൻ്റെ പാരമ്യതയിലെത്തുകയും ഉച്ചകഴിഞ്ഞ് 1:15 ശേഷം ചൊവ്വയുടെ നവാംശകം വൃശ്ചികം രാശിയിലാവുന്നതോടുകൂടി ഗ്രഹയുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഗ്രഹയുദ്ധത്തിൽ നിന്ന ഗ്രഹങ്ങളിൽ ആദ്യം അടുത്ത രാശിയിലേക്ക് പകരുന്ന ഗ്രഹം ശുക്രനാണ്. അതായത് 12/1/2026 ശുക്രൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നുണ്ട്. മുമ്പ് പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ഗ്രഹയുദ്ധത്തിന് ശേഷം ശുക്രൻ ആദ്യം അടുത്ത രാശിയിലേക്ക് മാറിയാൽ യുദ്ധത്തിൽ തോറ്റ ഗ്രഹമായി പരിഗണിക്കുന്നു. യുദ്ധത്തിൽ തോറ്റ ഗ്രഹത്തിന് ബലഹാനി സംഭവിക്കുന്നു. ഇവിടെ ശുക്രൻ ഗ്രഹയുദ്ധത്തിൽ തോറ്റവനും മൗഢ്യത്തിൽ നിൽക്കുന്നവനുമാകയാൽ ശുക്രൻ്റെ കാരകഫലങ്ങൾ ആർക്കും ശരിയായി അനുഭവത്തിൽ വരികയില്ല. ചൊവ്വ യുദ്ധത്തിൽ ജയിച്ചവനാണെങ്കിലും മൗഢ്യത്തിലാകയാൽ ചൊവ്വയെക്കൊണ്ടും കാര്യമായ ഗുണഫലം കിട്ടുകയില്ല. ബുധനും മൗഢ്യത്തിലാകയാൽ ബുധനെക്കൊണ്ടും കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സമയം ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങളെക്കൊണ്ടും കാര്യമായ ഗുണഫലങ്ങൾ ആർക്കും കിട്ടുകയില്ല. മൗഢ്യം കഴിഞ്ഞാലേ ഇവരെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ ചൊവ്വ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മൗഢ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണവും ഉണ്ട്. അതെന്തെന്നാൽ ഈ ഗ്രഹങ്ങൾ മൗഢ്യത്തിൽ ബലഹീനന്മാരായി നിൽക്കുന്നതിനാൽ ഈ 4 ഗ്രഹങ്ങളും ഒരേ രാശിയിലായി നിൽക്കുകയാണെങ്കിലും പ്രവൃജ്യായോഗമെന്ന സന്യാസയോഗം ഉണ്ടാകുന്നില്ല. പ്രവൃജ്യായോഗം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 4 അതിലധികമോ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ബലവാന്മാരായി യോഗം ചെയ്ത് നിൽക്കണം. 4-ൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് ബലഹാനി ഉണ്ടായാൽ പ്രവൃജ്യായോഗം ഉണ്ടാകുന്നതല്ല. ഇവിടെ 3 ഗ്രഹങ്ങൾക്കും മൗഢ്യത്താൽ ബലഹീനത്വം ഉണ്ടാകയാൽ പ്രവൃജ്യായോഗം സംഭവിക്കുന്നില്ല. അതിനാൽ ഈ സമയം ജനിക്കുന്ന കുട്ടികൾക്ക് പ്രവൃജ്യായോഗം ഉണ്ടായിരിക്കില്ല. ഈ ഗ്രഹങ്ങൾ മൗഢ്യത്തിലല്ലാതെ നിന്നിരുന്നുവെങ്കിൽ ഈ സമയം ജനിക്കുന്ന കുട്ടികൾ
പ്രവൃത്തിയായോഗത്തിൽ ജനിക്കുമായിരുന്നു. അതാണ് ഗുണമുണ്ടെന്ന് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഈ സമയം ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷ സമയവുമാണ്. അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 7-ാം രാശിയിൽ ശുക്രൻ വരുമ്പോൾ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷം ആരംഭിക്കും. 20/12/2026 ശുക്രൻ ധനുരാശിയിലേക്ക് മാറിയപ്പോൾ മുതൽ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷത്തിലാണ് ഇരുവരും നിൽക്കുന്നത്. വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നുകൊണ്ട് 7-ാം രാശിയായ ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രനെ ദൃഷ്ടി ചെയ്യുകയും ശുക്രൻ തിരിച്ച് വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. ശുക്രൻ അസുരഗുരുവും വ്യാഴം ദേവഗുരുവുമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഇവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയം വിവാഹം നടത്താൻ ഉചിതമായ സമയമല്ല. കാരണം ശുക്രൻ കളത്രകാരഗ്രഹമാണല്ലോ. എന്നാൽ കേരളത്തിൽ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷ സമയം വിവാഹത്തിന് പലരും വർജിക്കുന്നതായി കാണുന്നില്ല. ഉത്തരേന്ത്യയിൽ ഈ സമയം വിവാഹം നടത്താറില്ല. ശുക്രൻ 12/1/2026 ധനുരാശി വിട്ട് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷം അവസാനിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും ഗ്രഹയുദ്ധത്തിൽ ഏർപ്പെടുകയില്ല. അതുപോലെ രാഹുവിനും കേതുവിനും ഗ്രഹയുദ്ധത്തിൽ സ്ഥാനമില്ല. എന്നാൽ പ്രവൃത്തിയായോഗത്തിൽ സൂര്യനെയും ചന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട്. ഇവിടെയും രാഹുവിനെയും കേതുവിനെയും പരിഗണിക്കുന്നില്ല. സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ ഏറ്റവും ബലവാനായ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിനനുസരിച്ചുള്ള സന്യാസിയായി തീരും ജാതകൻ. ചൊവ്വയാണ് ഏറ്റവും കൂടുതൽ ബലവാനെങ്കിൽ ശ്രീബുധനെപ്പോലെ ശാക്യനാകുകയും ബുധനാണ് ബലവാനെങ്കിൽ ആജീവകൻ എന്ന ഗണത്തിൽപ്പെട്ട സന്യാസിയായി തീരുകയും ചെയ്യും. ഇതേപോലെ ഏറ്റവും ബലവാനായ ഗ്രഹത്തിനനുസരിച്ച് ഓരോ ഗണത്തിൽപ്പെട്ട സന്യാസിയായി തീരും. വീഡിയോയുടെ ദൈർഘ്യം പ്രമാണിച്ച് സന്യാസയോഗത്തെക്കുറിച്ച് ഇവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വിശദമായി ഇവയെല്ലാം പ്രതിപാദിക്കാം. അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് ഗ്രഹയുദ്ധം, പ്രവിദ്യായോഗം, ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷം എന്നീ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.